ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പ്രൊഡ്യൂസർ മറ്റാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോകട്ടോ. അപ്പോൾ ഇതേ യൂട്യൂബിലും എല്ലാത്തിലും ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മളെ കണ്ണൂർക്കാർ സ്പെഷ്യലായ ചക്ലി മുറുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകാം കേട്ടോ. കുറേ ദിവസമായി ഇങ്ങനെ കാണുന്നു, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഇതുകൊണ്ട് ഇന്ന് ദേ ചക്ലി മുറുക്ക് അങ്ങ് ട്രൈ ചെയ്യാൻ പോകട്ടോ. അപ്പോൾ ആദ്യം തന്നെ 3-5 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് പണി തീരും, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും നമ്മൾ ഈ സ്പെഷ്യൽ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതേ ഈത്തപ്പഴം കുരുവൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. കുരുവൊക്കെ മാറ്റിയെടുത്ത് അതിലേക്ക് കുറച്ച് സാധനം ഒരു ചട്നി ഉണ്ടാക്കി അതിൽ മുറുക്ക് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ചക്ലി എന്ന് പറയുന്നത് നമ്മളെ മുറുക്കിനെയാണ് കണ്ണൂരുകാർ ചക്ലി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതേ പിന്നെ ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഉപ്പാണ് കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ചക്ലി മുറുക്കിന് ഒരു മധുരവും എരിവും പുളിയും എല്ലാം കൂടി ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് മുളക് പൊടി ഇട്ടെടുക്കാം കേട്ടോ. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇട്ട് കൊടുക്കണേ, കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടത് കാരണം. അപ്പോൾ അതേ മുളക് പൊടി ഇട്ട് പിന്നെ നമുക്ക് വേണ്ടത് വിനീഗറാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അതായത് സുറുക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സുറുക്ക ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളവും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. നല്ല രീതിയിലൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചക്ലി മുറുക്ക് ഇവിടെ റെഡിയാവും, അതിനുള്ള ചമ്മന്തി റെഡിയാവും കേട്ടോ. എന്തായാലും ഒരു വട്ടം ഞാൻ പറയാൻ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേ കുറച്ച് വെള്ളത്തിൽ നമുക്ക് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ. ഇതേ നല്ല പേസ്റ്റാക്കി ഇതേ ഞാനിവിടെ അരച്ചെടുക്കുന്നുണ്ട്. പേസ്റ്റായി ഇതേ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ മമ്മ വന്ന് നോക്കണമൊക്കെ ഉണ്ട്, എന്താ ഇവിടെ പരിപാടി എന്നൊക്കെ ഭയങ്കര കാര്യത്തിൽ അവൻ വന്ന് നോക്കണമൊക്കെ ഉണ്ട് എന്താ ചെയ്യണേന്നുള്ളത്. അപ്പോൾ ദേ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മളെ ഇത് വേണ്ടത്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ആ ചമ്മന്തി ആ മുറുക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്ര രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ആ ചമ്മന്തി ആ മുറുക്കിൽ കവറാകുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് വരെ. ഇവിടെ മമ്മൂന് ഭയങ്കര ഇഷ്ടമായി. മുറുക്കൊന്നും അധികം ഇഷ്ടമല്ലാത്തവർ വരെ ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കും. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.